പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അഫർമേഷൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പറയല ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി, അങ്ങനെയുള്ള അഫർമേഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ കുറച്ചധികം നാളായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് അഫർമേഷൻസ് എന്ന് അറിയാം. അറിയാത്തവർക്കായി നമ്മളൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ടെൻസിൽ നമ്മൾ പറയുന്ന പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒരു 108 തവണയോ മറ്റോ ഒക്കെ നമ്മൾ ആളുകൾ പറയാം, 55 പ്രാവശ്യം, 108 തവണ ഒക്കെ പറയാറുണ്ട്. ആ സമയത്ത് ഇത് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ നമ്മുടെ ഒരു ഈ ഒരു ക്ലാസ് യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ഒരു കമന്റ് സെക്ഷനിൽ നമ്മുടെ ഒരു ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് നമ്മളോട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് യൂട്യൂബിന്റെ കമന്റിൽ ചെന്ന് നോക്കിയാൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കൂടാതെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്ന പെയ്ഡ് ക്ലാസ്സും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പം താല്പര്യമുള്ളവർ നമ്മുടെ കമന്റ് സെക്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കമന്റ് സെക്ഷൻ പിൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അഫർമേഷൻ വർക്ക് ആവാത്തത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഫർമേഷൻ നമുക്ക് വർക്ക് ആവാത്തതിന് കാരണം എന്ന് പറയുന്നത് നമ്മളുടെ പ്രിഡോമിനന്റ് ഇമോഷൻസ് റോങ് ആയതുകൊണ്ടാണ്. അതായത് പ്രിഡോമിനന്റ്, ഇപ്പൊ പ്രിഡോമിനന്റ് മലയാളം ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. പ്രിഡോമിനന്റ് ഇമോഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോ എന്താ പറയാ, ഇപ്പോ നിങ്ങളിപ്പോ ഹെൽത്ത്, ഇപ്പൊ 4 ഏരിയാസ് ഓഫ് ലൈഫ് ആണല്ലോ എല്ലാ മനുഷ്യർക്കും ഉണ്ട്: ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ. അപ്പോൾ ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിഡോമിനന്റ് ഇമോഷൻ എന്ന് പറയുന്നത് ഐ ആം ഹെൽത്തി എന്നുള്ളതാണല്ലോ. അത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഹെൽത്തി അല്ല. ഒന്ന്, നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെന്ന് വെച്ചാൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യനല്ല എന്നുള്ളതാണ്. അപ്പോ എങ്ങനെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാം? അപ്പം ഇതാണല്ലോ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പിക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പറയാം. അപ്പോ അപ്പം അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അഫർമേഷൻസ് പറയുന്നല്ലോ? അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നൊക്കെ നിങ്ങൾ 108 പ്രാവശ്യമൊക്കെ പറയുന്നുണ്ട്. ഇതേ സംഭവം, അതായത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അഫർമേഷൻസ് പറയാറുണ്ട്, നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണ്, അങ്ങനെയൊക്കെ. ഇതെന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? ഇതിന് കാരണം പ്രിഡോമിനന്റ് ഇമോഷൻസ് ആണ്. പ്രിഡോമിനന്റ് ഇമോഷൻ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഒരു ദിവസം ഒരു ഒരു പുരുഷന് 84,000 ചിന്തകൾ ചിന്തിക്കുന്നുണ്ട്. ഒരു സ്ത്രീ അതേസമയം ഒരു ദിവസം 86,000 ചിന്തകളാണ് ഒരു സ്ത്രീ ചിന്തിക്കുന്നത്. അപ്പോ അത്രമാത്രം ചിന്തകളാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്, അല്ലെ? ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോ നിങ്ങൾ പല ആളുകളും അഫർമേഷൻസ് പറയുന്ന എത്ര, 108 പ്രാവശ്യം, അങ്ങനെയൊക്കെ. ഈ 108 പ്രാവശ്യം അഫർമേഷൻസ് മാത്രം പറഞ്ഞുകൊണ്ട് വർക്കാവൂ? ഇല്ല. കാരണം എന്താണ്? നിങ്ങളുടെ പ്രിഡോമിനന്റ് ഇമോഷൻ അവിടെ റോങ് ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പ്രിഡോമിനന്റ് ഇമോഷൻ, നിങ്ങളുടെ മുന്നിട്ട് നിൽക്കുന്ന ഇമോഷൻസ് റോങ് ആയത് കൊണ്ടാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്തത്. കാരണം 84,000 ചിന്തകളിൽ വെറും 108 മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പോസിറ്റീവായിട്ട് മാറുന്നത്. 84,000 ചിന്തകളെന്ന് ആലോചിക്കണം ഒരു പുരുഷന്. സ്ത്രീക്കാണ് 86,000. അതിന്റെ അന്ന് 108 പോസിറ്റീവായാലും എന്ത് ഇമ്പാക്ട് ഉണ്ടാവും? ഇപ്പൊ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഐ ആം ഹെൽത്തി, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് 84,000 ചിന്തകൾ, പ്രത്യേകിച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേജർ ചിന്തകളും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ഇപ്പൊ നോർമലി പോകുന്ന ഒരു മനുഷ്യനെ അത് അഫക്റ്റ് ചെയ്യില്ല, പ്രശ്നങ്ങളുള്ള ആളുകളെ എല്ലാം അഫക്റ്റ് ചെയ്യാം. അപ്പോ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എന്താണ്, വെറും 108 പ്രാവശ്യം മാത്രം നിങ്ങൾ ഐ ആം ഹെൽത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും അത് അഫക്റ്റ് ചെയ്യില്ല. ഒരിക്കലും എന്ന് വെച്ചാൽ അതിന്റെ പോസിബിലിറ്റി വളരെ കുറവാണ്. നിങ്ങൾ തന്നെ ആലോചിക്കേ, ഒരു ഒരു എക്സാമിന് പാസ്സാകുന്നത് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ അകത്തുനിന്നുള്ള നിങ്ങൾ 20% ഉത്തരം എഴുതിയിട്ട് 80% ഉത്തരം എഴുതാതെ പാസ്സാവുമോ? അല്ലെങ്കിൽ 20% മാർക്ക് 100ൽ സിമ്പിളായിട്ട് നോക്കിയോ, നമ്മള് ഏറ്റവും മിനിമം മാർക്ക് 27 ക്വാളിഫിക്കേഷൻ, 100ൽ 20 വാങ്ങിയ പാസ്സാവുമോ? ഇല്ല. അതേ കണക്കാണ്
നമ്മൾ ഈ കുളത്തിലിട്ട് വെള്ളം കലക്കുന്നതിന് തുല്യമാണ് എന്തെന്ന് പറയുന്നത് ഈ അഫർമേഷൻസ് ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കുളത്തിലിട്ട് വെള്ളം കലക്കുന്നതിന് തുല്യം തന്നെയാണ്. കാരണം എന്താണ്, നമ്മളുടെ പ്രിഡോമിനന്റ് ഇമോഷൻ, നമ്മുടെ മേജർ തോട്ട് പ്രോസസ്സ് വീക്കാണ്. നമ്മളുടെ സ്ഥായിയായ വ്യക്തിത്വം, അവർ ഐഡന്റിറ്റി ഫോം ചെയ്തിരിക്കുന്ന നിങ്ങളുടെ കുറെ കാലത്തെ ചിന്തകളാണ്. ആ അപ്പൊ അത്രയും നാളത്തെ ചിന്തകള് നിങ്ങൾ പലതും റോങ് ആയിട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് വർക്കാവും ഇല്ല. ഒരു 108 പ്രാവശ്യം ഡെയിലി അഫർമേഷൻ, പിന്നെ ഡെയിലി അഫർമേഷൻ പറഞ്ഞാൽ കുറേയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടായി വരും, കാരണം ഡെയിലി എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ അപ്പോഴും മേജർ തോട്ട് പ്രോസസ്സ് എന്താണ് പോസിറ്റീവ് അല്ലാത്തത് കൊണ്ട് പോസിറ്റീവ് അല്ലാത്തത് കൊണ്ട് റിസൾട്ട് വരില്ല. പിന്നെ ഹീലിംഗ് ചെയ്താൽ പിന്നെ പലപ്പോഴും നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന ഹീലിംഗ് പ്രോസസ്സിൽ റിസൾട്ട് വരാറ്. എന്തുകൊണ്ടാണ് ഹീലിംഗ് പ്രോസസ്സിൽ റിസൾട്ട് വരുന്നതിന് കാരണം എന്ന് വെച്ചാൽ, ഈ ഹീൽ ചെയ്യുമ്പോൾ ഈ ആൾറെഡി ചിന്തിച്ചിട്ടുള്ള നെഗറ്റിവിറ്റിയാണ് പലപ്പോഴും നമ്മളുടെ എക്സിസ്റ്റിംഗ് പോസിറ്റിവിറ്റിയെ ബ്ലോക്ക് ചെയ്യുന്നത്. ആൾറെഡി നിങ്ങൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടും വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട്, ഇത് ഹെൽത്തിന്റെ മാത്രമല്ല എല്ലാത്തിൻ്റെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ആളാണെങ്കിൽ അയാൾ 108 പ്രാവശ്യം അഫർമേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ മേജർലി അയാൾ സാമ്പത്തികമായ നെഗറ്റീവ് ചിന്തകളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത് ഒരു ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, 3 ദിവസം കൊണ്ട് മാറ്റാവുന്നതാണെന്നൊന്നും ഈ മാനിഫെസ്റ്റേഷനും നമ്മുടെ ക്ലാസ് ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഈവൻ നമ്മുടെ പെയ്ഡ് ക്ലാസ് ജോയിൻ ചെയ്ത ആളുകൾക്ക് ഞാൻ പറയുകയാണ്, ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും ലൈഫ് മാറ്റൊന്നും മാറില്ല. കാരണം നിങ്ങൾ മരിക്കും വരെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ എത്ര നാൾ ഇവിടെ ജീവിക്കും അത്രയും നാൾ നിങ്ങളുടെ ചിന്തകളുടെ കൺട്രോളിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആഗ്രഹങ്ങൾ നേടുന്നത് അത് എന്തായാലും നടക്കും. ചിന്തകൾ മാറ്റുമ്പോൾ എന്തായാലും അറ്റ്ലീസ്റ്റ് നമുക്ക് മനസമാധാനത്തിലോടെങ്കിലും കിടക്കണമെങ്കിൽ നമ്മുടെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാറ്റിയേ പറ്റൂ. അത് അതിന് ഈ അഫർമേഷൻസ് മാത്രം പറഞ്ഞിട്ട്, ഇപ്പൊ ചില ആളുകളുണ്ട് 55-5 ടെക്നിക്ക് എഴുതി മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, മേജർ ഒന്നും മാറ്റം ഉണ്ടാവില്ല. എന്താ, പ്രിഡോമിനന്റ് ഇമോഷൻസ് വീക്കാണ്, മേജർലി അവർ വീക്കാണ്, അവരുടെ ഐഡന്റിറ്റി വീക്കാണ്. അവരൊരു എങ്ങനെ പ്രിഡോമിനന്റ് ഇമോഷൻസ് തിരിച്ചറിയാം? ഹെൽത്ത് പെട്ടെന്ന് വരും, നിങ്ങളുടെ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസിലേക്കാണ് കണ്ണു പോകുന്നതെങ്കിൽ യുവർ ഹെൽത്ത് വൈസ് ഇപ്പോൾ വീക്ക് എന്നുള്ളതാണ്. പണം പണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും നിങ്ങളുടെ ദുരിതങ്ങളുമാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെങ്കിൽ യു ആർ വീക്ക് എന്നുള്ളതാണ്. കാരണം ഈസി ആയിട്ട് പൈസ ഉണ്ടെങ്കിൽ എപ്പോഴല്ലേ നമ്മുടെ ഒരു ഇമോഷൻസ് ഹാപ്പി ആവും. നമ്മളെ ദുരിതങ്ങൾ ആലോചിച്ചാൽ പറ്റുമോ? നമ്മൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയത് പണത്തെ പറ്റി ആലോചിക്കാൻ പറ്റുമോ? പണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചെലവാക്കാനായിട്ട് പെട്ടെന്ന് വരുന്ന സമയത്ത് ഇപ്പൊ വേണ്ട, എന്റെ ഇല്ല. അപ്പൊ നിങ്ങൾ നെഗറ്റീവ്ലി, നിങ്ങൾ മണിയായിട്ട് അലൈൻഡ് അല്ല, നിങ്ങൾ ഫിനാൻഷ്യൽ എനർജി അല്ലെങ്കിൽ മണി എനർജി അവിടെ വീക്കാണ്. നിങ്ങളുടെ പ്രിഡോമിനന്റ് ഇമോഷൻ പണമായിട്ട് ബന്ധപ്പെട്ട് ലോ ആണ്. അല്ലാതെ അഫർമേഷൻസ് മാത്രം ഒരു 108 പ്രാവശ്യം ഡെയിലി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ പ്രിഡോമിനന്റ് ഇമോഷൻസും തോട്ട് പ്രോസസ്സും മാറ്റാതെ നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ പറ്റില്ല, അതും പറയാലോ. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്തെന്നല്ല, നിങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തോണം. അതിനെ നമ്മൾ ഒരിക്കലും കട്ടിൽ കിടന്നുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാനല്ല പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈസി ആയിട്ട് കാശുണ്ടാക്കാന്ന് പറഞ്ഞാൽ, മേ ബി നിങ്ങൾ ഈസി ആയിട്ട് വർക്ക് ചെയ്ത് കാശുണ്ടാക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. മനസ്സിലായേ? നിങ്ങൾ ഓരോ ആളുകൾക്കും എളുപ്പത്തിൽ കാശുണ്ടാക്കാനുള്ള മാർഗങ്ങള് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. നമ്മൾ എളുപ്പത്തിലാണ് കാശുണ്ടാക്കാന്ന് നമ്മൾ പറയുന്ന സമയത്ത് അങ്ങനെ വരും. അതാണ് സംഭവം. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്ന് ലോട്ടറി അടിക്കുന്നൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പൊട്ടക്കാണ്ടി എന്താണ്, അതായത് നമ്മള് എന്താ പറയൂലേ അതിനെ, എന്തോ ഓർമ്മയില്ല, എന്തായാലും അങ്ങനെയാണ്. വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ്. അപ്പോ അപ്പം അഫർമേഷൻസ് സത്യമേ വെള്ളത്തിൽ വരയ്ക്കുന്ന വല്ലപ്പോഴും നിങ്ങളുടെ പ്രിഡോമിനന്റ് തോട്ട് പ്രോസസ് ശരിയല്ലെങ്കിൽ നിങ്ങളുടെ മേജർ തോട്ട് പ്രോസസ് റിലേഷൻഷിപ്പ് ആണ്. ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് അയാളെ പറ്റി എപ്പോഴും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആക്കുമ്പോൾ പലപ്പോഴും എന്ത് റിലേഷൻഷിപ്പ്, ലവർ ആണെങ്കിലും അങ്ങനെ ആരാണെങ്കിലും, നിങ്ങൾ അവരെ പറ്റിയൊക്കെ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്താണ്, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രശ്നത്തിൽ ദിവസം കഴിയുന്തോറും പോകും. പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സ് ആണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ഇപ്പൊ പലപ്പോഴും ഡൈവേഴ്സിലേക്കൊക്കെ ചെന്ന് എത്തിക്കുന്നത് എന്താണ്, ഇവര് മേജർലി ഈ എപ്പോഴും അവരവരെ പറ്റി നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കും. അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പിന്നെ അതിട്ട് പെരുമാറി, ഇതിട്ട് പെരുമാറും. കണ്ടിന്യൂസ്, പ്രത്യേകിച്ച് ഹീലിങ്സ് ചെയ്തില്ലെങ്കിൽ, അതുകൊണ്ട് ഞാൻ റിലേഷൻഷിപ്പ് ഒക്കെ പറ്റുമെങ്കിൽ ഡെയിലി ഹീൽ ചെയ്യണം. കാരണം പണമൊക്കെ ആണെങ്കിൽ നമുക്ക് കഞ്ഞി കുടിച്ചെങ്കിലൊക്കെ കിടക്കാം, ഒത്തിരിയൊക്കെയാണ് പണമൊക്കെ ഉള്ളതെങ്കിൽ. പക്ഷെ അതേസമയം ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ വീക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം കിട്ടൂല. പരസ്പരം രണ്ടുപേരും നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ, അപ്പൊ അതൊക്കെയാണ് പരിപാടി. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നമുക്കിവിടെ നേടിയെടുക്കാൻ പറ്റും. പ്രിഡോമിനന്റ് ഇമോഷൻസ് മാറ്റുക, നിങ്ങളുടെ മേജർ തോട്ട് പ്രോസസ്സ് മാറ്റുക, അല്ലാതെ അഫർമേഷൻസും ചെയ്തിട്ട് യാതൊരു
അഫർമേഷൻസ് മാത്രം ചെയ്തിട്ട് യാതൊരു കാര്യം 1% ചേഞ്ച് ഉണ്ടാവും. അഫർമേഷൻസ് ചെയ്താൽ വർക്ക് ഉണ്ടാവും. പക്ഷെ ഇത് മാറ്റിയിട്ടേ അഫർമേഷൻ ചെയ്യാവൂ. ഇത് രണ്ടും ഒരുമിച്ചേ ചെയ്യാവൂ. അല്ലാതെ ഒരെണ്ണം മാത്രം ചെയ്താൽ വർക്കാവില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആ, ഒരു ഇത് ഇപ്പൊ യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ഒരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അത് കൂടാതെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പെയ്ഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന, എങ്ങനെ ശരിയായി ചിന്തിക്കാമെന്ന് പഠിപ്പിച്ചു തരുന്ന, അതിനൊരു സിസ്റ്റം ഫോം ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സുകൾ പൂർണ്ണമായും മാറ്റുന്ന അലൈൻമെന്റ് എന്ന് പറഞ്ഞ പ്രക്രിയ പഠിപ്പിച്ചു തരുന്നുണ്ട്. മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹീലിങ്സ് ആണ്. ഹീലിങ്സ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ പ്രോസസ് അലൈൻമെന്റ്. ഒരു 3, 4, 5 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെ സ്പീഡായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ക്ലാസ് വരുമ്പം ഡിസിപ്ലിൻ ആയിട്ട് ഇത് ഫോളോ ചെയ്യാന്നുള്ള ആളുകൾ മാത്രം വരാം, അല്ലാത്തവർ വരരുത്. കാരണം റിസൾട്ട് കിട്ടില്ല. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ക്ലാസ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇപ്പൊ പല ആളുകളും ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ ക്ലാസ് പറയുമ്പോൾ ഇതെന്തോ നിങ്ങളും ഈ ജ്യോതിഷന്മാരും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കുന്ന ആളുകളാണ് കൂടുതൽ. അതായത് ഇങ്ങനെയാണല്ലോ പറയുന്നത്. അതായത് ജസ്റ്റ് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ കാശുണ്ടാക്കാനുള്ള പരിപാടി ചെയ്യുന്നു. പക്ഷേ ലോ ഓഫ് അട്രാക്ഷന്റെ രുചി അറിഞ്ഞിട്ടുള്ള ആളുകൾ, ലോ ഓഫ് അട്രാക്ഷൻ കാരണം ലൈഫിൽ റിസൾട്ട് ഉണ്ടായിട്ടുള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ലോ ഓഫ് അട്രാക്ഷനെ കുറ്റം പറയില്ല. കാരണം ലോ ഓഫ് അട്രാക്ഷൻ അത്രയും പവർഫുൾ ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഇവിടെ നേടിയെടുക്കാനായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പറയാൻ പറ്റുന്ന ലിമിറ്റേഷനിൽ ഇപ്പം പെയ്ഡ് ക്ലാസ്സിലായിരിക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഒന്ന് ചോദിക്കാവോ? എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഒന്ന് അഥവാ ലോ ഓഫ് അട്രാക്ഷൻ കാരണം എന്തിപ്പം നമ്മുടെ പെയ്ഡ് ക്ലാസ് മെമ്പേഴ്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവർ തന്നെ പറയണമെന്നില്ല. ആരെങ്കിലും ഒക്കെ ഒന്ന് പറയാവോ? എന്തെങ്കിലും ജസ്റ്റ് ആദിക്ക് എന്ന് പറഞ്ഞ ആളൊന്ന് സംസാരിക്കാവോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓരോരുത്തരും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചേ. ആരെങ്കിലും ഒരാളൊന്ന് മൈക്ക് ഓൺ ചെയ്യാവോ പ്ലീസ്? ഒന്ന് മൈക്ക് ഓൺ ചെയ്യോ? ഒന്ന് മൈക്ക് ഓൺ ചെയ്യോ? സമയം കഴിഞ്ഞ് നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്യണം ക്ലാസ്. ഹലോ, പറഞ്ഞോളൂ തീർച്ചയായിട്ടും. എന്താണ് എന്ത് പറയാനാ? അല്ല, നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ക്ലൈന്റ് ആണ്. ഓക്കെ. ലോ ഓഫ് അട്രാക്ഷൻ കാരണം സക്സസ്, നമ്മുടെ ഒരു ക്ലൈന്റ് ആണല്ലോ. ലോ ഓഫ് അട്രാക്ഷൻ കാരണം എന്താണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണെന്ന് പറയാം. ഇപ്പം പണ്ട് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത്രയും നെഗറ്റീവ് തോട്ട്സ് ഒന്നും വരത്തില്ല. പറ്റുന്നില്ല. പക്ഷെ എന്താ, ഫുള്ളി നെഗറ്റീവ് തോട്ട്സ് മാറ്റാൻ പറ്റത്തില്ലല്ലോ, ഹ്യൂമൻ ആണല്ലോ. ഹ്യൂമൻ ഫുള്ളി നെഗറ്റീവ് തോട്ട്സ് വരുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല മാറ്റം ഉണ്ട്. പിന്നെ എന്താണ്, ലോ ഓഫ് അട്രാക്ഷൻ കാരണം കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഓവർ തിങ്കിങ് ഒക്കെ കുറഞ്ഞു. തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെ എങ്കിലും പിന്നെ നമുക്ക് കുറച്ച് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പൊ മേ ബി ഹെൽത്ത് ആവും, വെൽത്ത് ആവും, റിലേഷൻഷിപ്പ് അതൊക്കെ നേടിയെടുക്കാൻ ഏതെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കുറച്ച് നല്ല ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ബ്രോയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ വിളിച്ച സമയത്ത് ഫുള്ളി ബ്രോക്കൺ ആയിരുന്നു. പിന്നെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ബ്രോ, തീർച്ചയായിട്ടും. ഓക്കെ, മൈക്ക് ക്ലോസ്. താങ്ക് യു. അപ്പോൾ ഇതേ കണക്ക് മറ്റാർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒന്ന് സഞ്ജീത് ബ്രോ നമ്മുടെ ഒരു ക്ലയന്റ് ആണല്ലോ. നിങ്ങളുടെ ലൈഫിലുണ്ടായ റിസൾട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഷെയർ ചെയ്യാമോ? സഞ്ജിത് ബ്രോ ഒന്ന് സംസാരിച്ചോ? നിങ്ങൾ പുറത്താണോ? അങ്ങനെയാണെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ. പുറത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് മൈക്ക് ഓൺ ആക്കായിരുന്നത്. തീർച്ചയായിട്ടും പറഞ്ഞോളൂ. അപ്പൊ അപ്പോൾ ലൈഫിലെ ഇതുപോലെ തന്നെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് നെഗറ്റീവ് പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. ഇതുപോലെ തന്നെ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് കാര്യങ്ങളെല്ലാം കുറെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ മാറിയപ്പോ തന്നെ. ജോബൊക്കെ മാനിഫെസ്റ്റ് ചെയ്യില്ലായിരുന്നോ? ജോബൊക്കെ മാനിഫെസ്റ്റ് ആയിട്ടില്ലായിരുന്നോ? അതെ 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 അതെ. തീർച്ചയായിട്ടും. സഞ്ജീത് ബ്രോ, ഞാൻ ഓക്കെ പുള്ളി ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ പറയാം. സഞ്ജീത് ബ്രോയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഇദ്ദേഹം നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ജോലി നഷ്ടപ്പെട്ടതാണ്. ജോലി നഷ്ടപ്പെട്ട് പൈസ കിട്ടാനുണ്ടായിരുന്നു. പുള്ളിക്ക് കിട്ടാനുള്ള പൈസ കിട്ടി.
പിന്നെ പുതിയ ജോബായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയില്ല, പുള്ളി പുറത്താണ്. അപ്പം നമ്മളത് ഇപ്പോഴത്തെ പുള്ളിയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ എന്തായാലും പുള്ളി പുറത്ത് ഇപ്പോൾ ജോബിന് പോയി ഇപ്പൊ നല്ല രീതിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതാണ് സിറ്റുവേഷൻ. അതേ കണക്ക് നമുക്ക് ആർക്കും, നമ്മളെ ഓരോ മനുഷ്യന്മാർക്കും ഇവിടെ എന്ത് ആഗ്രഹിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. ഈ ക്ലാസ് എടുക്കുന്ന എനിക്കും ഇത് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യന്മാർക്കും അവരുടെ ജീവിതം മാറ്റാൻ പറ്റും. നമ്മളുടെ ചിന്തകൾ കൺട്രോൾ ചെയ്യാം, നമ്മളുടെ തോട്ട് പ്രോസസ്, അതായത് മൈൻഡ് മാറ്റാതെ എഴുതി തരാം, എഴുതി തരാം. മൈൻഡ് മാറ്റാതെ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നില്ല. അത് അകത്തുള്ള ലോകം മാറാതെ പുറത്തുള്ള ലോകം മാറില്ല. 100% ഞാൻ ഉറപ്പ് തരാം, അകത്തുള്ള ലോകം മാറാതെ പുറത്തുള്ള ലോകം മാറില്ല. ഇപ്പം പല ആളുകളും റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സമാധാനം കിട്ടും. ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തർക്കും അറ്റ്ലീസ്റ്റ് മനസ്സമാധാനം കിട്ടുമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ മനുഷ്യൻ എന്നൊക്കെ ഒന്ന് ആലോചിച്ചു, പല ആളുകൾക്കും ഇപ്പൊ മരണഭയം ഉണ്ടാവും. നമ്മൾ അങ്ങോട്ട് ഏജായി പോകുന്ന സമയത്ത് നമ്മൾ നാളെ മരിക്കും വരെ, കാരണം അങ്ങനെയാണല്ലോ. അപ്പൊ ഇതുപോലും വേണ്ട. നമ്മൾ മരിക്കുമ്പോൾ മരിച്ചോട്ടെ, നമുക്ക് പോസിറ്റീവായിട്ട് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. മേ ബി നാളെ ഞാൻ മരിക്കുമായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാള് കാരണം എങ്കിലും ഭൂമി നിലനിൽപ്പുണ്ട്. പക്ഷേ ഈ നിമിഷത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റും. ഈ നിമിഷത്തിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാമിനെ നിരന്തരമായി ആവർത്തിച്ച ആര് നല്ലതൊന്നും മോശമൊന്നുമില്ല. അതാണ് ഇതിന്റെ സംഭവം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഒരു മനുഷ്യനും ഈവൻ ഈ ടെററിസം പോലും, ടെററിസം ഒക്കെ ഏറ്റവും റോങ് ആണ്. അവരെയൊക്കെ ന്യായീകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും സംസാരിക്കല്ല. അപ്പം ഇവര് ടെററിസ്റ്റ് ആക്കി മാറ്റിയത് ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ സംഘടനകൾ, പൊളിറ്റിക്സ് അവരെ ടെററിസം ആക്കി മാറ്റിയതാണ്. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാല് അതേ കണക്ക് ആരും നെഗറ്റീവ് അല്ല. ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയും ഒരു മോശമായിട്ടൊരു മനുഷ്യനായിട്ട് ജനിക്കുന്നില്ല. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സംഗതി മനസ്സിലാക്കിയില്ല എങ്കിൽ, കൊച്ചിയിൽ എന്തായാലും മനസ്സിലാക്കാം, ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇല്ല എങ്കിൽ നമ്മുടെ സൊസൈറ്റിക്കൽ ഇൻഫ്ലുവൻസ് നമ്മളിൽ വരും. ഒരു വ്യക്തി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ആളുകൾ. അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടറുടെ മകൻ ഡോക്ടർ ആവുന്നു, എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ ആവുന്നു ഉള്ള പറയാനായിട്ടുള്ള കാരണം എന്താണ്? അതിന് കാരണമെന്ന് പറയുന്നത് വേറൊന്നുമല്ല. അതിന് കാരണം അവൻ ചുറ്റുമുള്ള പ്രോഗ്രാമിംഗ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ചില ആള് പലപ്പോഴും പല മനുഷ്യന്മാരെ അവൻ എനിക്ക് എപ്പോഴും വളരെ സങ്കടം വന്നിട്ടുള്ള കാര്യമാണ്. ഭയങ്കരമായി നമ്മളെ പക്ഷെ ഇന്ന് പല കുട്ടികൾക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല, അതൊക്കെ മാറി വരുന്നു. അതായത് നമ്മുടെ ടീച്ചർമാരൊക്കെ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാവോ? നമ്മളെ ഒരു ഫ്രണ്ട് ലൈൻ ഇരിക്കുന്ന കുട്ടികൾ പഠിക്കുന്നവൻ, മറ്റാത്തവൻ പഠിക്കാത്തവൻ. ഇത് നമ്മുടെ ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ മക്കളുണ്ടാവും, ഓരോ ആളുകൾക്കും മക്കളുണ്ടാവും. മേ ബി കൊച്ചു ആളുകളുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പൊ ജിഷ്ണു എന്നൊക്കെ പറഞ്ഞ പയ്യനാണ്. അല്ലാതെ കുട്ടികളൊക്കെ ഉള്ള ആളുകളുണ്ട്, സഞ്ജീത് ബ്രോയ്ക്കൊക്കെ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, ഞാൻ പറയുന്ന വെച്ചാൽ ഈ മക്കളെ അപ്പൊ ഇത് നമ്മൾ സ്കൂളിൽ നിന്ന് നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത് തിരുത്തലുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലായോ? സ്കൂളിൽ നിന്ന് ഈ സംഭവം തിരുത്താൻ പറ്റുന്ന യാതൊരു രീതിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കാരണം പഠിക്കുന്നവന് പ്രിഫറൻസ്, ഇപ്പൊ പാരന്റിങ് ഉണ്ട്. വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് അവൻ പഠിക്കുന്നവൻ, ഇവൻ പഠിക്കാത്തവൻ, അതെന്ത് ക്ലാസിഫിക്കേഷനാണ്? അവൻ പഠിക്കാത്തവന് നിങ്ങളുടെ കുട്ടിയായി ജനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരും കുട്ടിയായി ജനിക്കുന്നുണ്ട്. അവൻ പഠിക്കുന്നവനും ഡോക്ടറുടെ മകനായി ജനിക്കുന്നുണ്ട്. അവൻ ബുദ്ധിശാലിയായിട്ടൊന്നും ജനിക്കുന്നില്ല. ജീനൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ജോ ഡിസ്പെൻസർ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ജീനെക്കാട്ടിയും വലുത് നമ്മുടെ മെന്റൽ ആറ്റിറ്റ്യൂഡാണ്, മൈൻഡാണ്. അപ്പോൾ എങ്ങനെയാ? ഇപ്പൊ ഉദാഹരണം ഒരു ഇതാ പറയാ, സിമ്പിളാ പറഞ്ഞത്. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ എനിക്കിപ്പോ ഞാൻ പറയാണ്, എനിക്ക് ആ മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. തൊട്ടപ്പുറത്തിരിക്കുന്നവൻ പഠിക്കുന്നവനെ ആൾറെഡി പഠിച്ചൊക്കെ മാർക്കുള്ളവനാണ്. അത്രയും നാൾ എനിക്ക് പഠിച്ചു മാർക്കില്ല, ഓക്കെ എന്ന് വെക്കാം. ഞാൻ ചിന്തിക്കുകയാണ് എനിക്ക് മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എൻ്റെ ഫ്രണ്ടിൽ യൂണിവേഴ്സ് സൊല്യൂഷൻ കൊണ്ട് തരും. എൻ്റെ മനസ്സിൽ ഐഡിയാസ് വരും. ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഞാനിങ്ങനെ മൈൻഡ് ഫോം ചെയ്ത് വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലോകത്ത് നമുക്ക് മൈൻഡ് ഫോം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് പക്ഷെ ഇത് ചെയ്യണം. ഇത് നിങ്ങളെ നെഗറ്റീവ് ഒക്കെ ആയിക്കോട്ടെ. ഇപ്പൊ ചില ജിഷ്ണുപുറ പറഞ്ഞു കുറെയൊക്കെ നെഗറ്റീവ് കംപ്ലീറ്റ് പോസിറ്റീവ് ആവാൻ പറ്റുന്നില്ല എന്ന്. പക്ഷെ നിങ്ങൾ ഇതിനെ കൺട്രോൾ ചെയ്ത് പോസിറ്റീവ് ആക്കുക. കൺട്രോൾ ചെയ്ത് പോസിറ്റീവ് ആക്കുമ്പോൾ അത്ര മതി.
അത്ര ചേഞ്ച് മതി, നാളെ കുറച്ച് കൂടുതലാവും. അപ്പൊ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ ലൈഫ് അപ്പം, പക്ഷെ എപ്പോഴും അവെയർ ആവുക നമ്മൾ നെഗറ്റീവ് അല്ല. അപ്പം ഇങ്ങനെ ഇപ്പൊ ഈ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അപ്പൊ ഇവൻ പഠിക്കാത്തവൻ എന്നുള്ള ഇമേജ് വരുന്നുണ്ട് അവന്റെ സബ് കോൺഷ്യസിൽ. ഇവൻ സത്യം പറഞ്ഞാൽ പിന്നീട് ഭയങ്കര പ്രശ്നക്കാരനായി മാറും, പഠിക്കാത്തവനൊക്കെ ആയി മാറും. പക്ഷെ അതേസമയം ഇവൻ പഠിക്കും എന്നൊരു ഒരു ടീച്ചർ, ഒരു സ്കൂളിലും മിക്ക ആളുകളും ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ പറയാൻ സാധ്യതയില്ല ഇപ്പോഴും. പക്ഷെ ആ പഠിക്കാത്ത കുട്ടിയെ പലപ്പോഴും നമ്മൾ ഇന്നാളൊരു ബോബി അച്ഛൻ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ആളുടെ ഇത് പറയാം, അതായത് നമ്മുടെ വഴക്ക് പറയുന്ന ടീച്ചറേക്കാൾ നാളെ ഒരു സമയത്ത് നമ്മൾ കാണുമ്പോൾ നമ്മളൊന്ന് സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തി, നമ്മൾ പഠിക്കാഞ്ഞപ്പോഴും നീ പോട്ടടാ എന്നൊക്കെ പറഞ്ഞ ടീച്ചർമാരെ ഓർക്കൂ എന്ന് പറഞ്ഞു. അത് ശരിയാണ് അല്ലേ? അപ്പൊ അതേ കണക്ക് നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട്, നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ മാർക്ക് കുറവ് വാങ്ങിച്ചു, ഇപ്പൊ മോഹൻലാല് കഴിഞ്ഞ ദിവസം, ഞാൻ പറയില്ല മോഹൻലാലൊക്കെ ലാഫ് അട്രാക്ഷന്റെ ആളാണ്. അതിന് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഒന്ന് കുറെ നെഗറ്റീവ് ഒക്കെ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും പുള്ളി എഫക്ട് ചെയ്തില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇന്നാളൊരു സംവിധായകൻ പറഞ്ഞാണ്, അതായത് തലവേദന എടുക്കുന്നെന്ന് പറയുമ്പോൾ പുള്ളി പറയും എനിക്ക് തലവേദന എടുക്കുന്നെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ പറയും മോനെ തലവേദന നല്ലതല്ലേ, ബാക്കി ആളുകൾക്കും തലവേദന ഇല്ലല്ലോ, തലവേദന ആസ്വദിക്കണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോ അതേ കണക്കാണ് സംഭവം. പുള്ളി അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക, എന്തിനേം പോസിറ്റീവായിട്ട് എടുക്കുക. അതേ കണക്കാവണം നമ്മുടെ ജീവിതം. നമ്മളെപ്പോഴും ഒരു പോസിറ്റീവായിട്ട്, അത് ഈ പ്രപഞ്ചത്തിന്റെ കൂടെ ആവശ്യമാണ്. കാരണം ഈ ടെററിസം പോലും കളക്റ്റീവ് കോൺഷ്യസ്, ടെററിസത്തിന്റെ ആ ഒരു ലോജിക്കൽ സൈഡൊക്കെ ഉണ്ട്, അതപ്പോൾ നമ്മൾ ഇമോഷണലി നമ്മളത് കണക്കാക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ പറ്റി ഇമോഷണലി നമ്മൾ കണക്കാക്കേണ്ട വേണം. പക്ഷെ അതിന്റെ ഒരു വേറൊരു സൈഡുണ്ട്. ഇതെല്ലാം ഈ ലോകത്തിന്റെ പ്രഷറൊക്കെ കാരണം, ലോകത്തിന്റെ കളക്റ്റീവ് കോൺഷ്യസ്നസ് കാരണമാണ്. അവിടുത്തെ ആളുകളുടെ അല്ല, ലോകം മുഴുവനുള്ള ആളുകളുടെ ടെൻഷൻ മറ്റു ആളുകളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ കാരണമാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന അത്രേ ഉള്ളൂ, നിങ്ങൾ ഓരോ മനുഷ്യന്മാരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതിപ്പോ മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യം അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യും. ഇതുപോലുള്ള ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്ത് കാര്യങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, എന്ത് കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനായിട്ട് ആളുകൾ വരും, ഇവർ പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകില്ല, അപ്പൊ റിസൾട്ട് ഉണ്ടാവും ഇല്ല. റിലേഷൻഷിപ്പ് ഇഷ്യൂ മാറും, പിന്നെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും ഇല്ല, അപ്പൊ മാറില്ല. അപ്പൊ അതേ കണക്ക് പണത്തിന് വേണ്ടി ഇപ്പം നിങ്ങൾ ഓരോരുത്തരും പണം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടാക്കണം. ഇപ്പൊ ജോലി, സഞ്ജിത് ബ്രോയ്ക്ക് ജോലി നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് ജോലി കിട്ടി, പക്ഷെ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തിട്ട് പോയാൽ നടക്കുമോ? ഇല്ല. അദ്ദേഹം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അയാൾക്ക് ഇനി അവിടെ ഇരിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാതിരിക്കൂ. അതിനാണ് ഞാൻ എപ്പോഴും നമ്മുടെ പെയ്ഡ് മെമ്പേഴ്സിന് അടുത്ത് പറഞ്ഞത്, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കണം, പേഴ്സണലി വെച്ചാൽ ഇത് ഡെയിലി നിങ്ങളുടെ ലൈഫിന്റെ പാർട്ടാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ചേഞ്ച് ഉണ്ടാവൂ, അല്ലാതെ ചേഞ്ച് ഉണ്ടാവൂല. കാരണം നിങ്ങൾ മരിക്കും വരെ നിങ്ങളുടെ ചിന്തകൾ കൺട്രോൾ ചെയ്തിരിക്കണം. നിങ്ങൾ 100 വയസ്സിലും ചെയ്യും, 100 വയസ്സിലും ചിന്തകൾ കൺട്രോൾഡ് ആയിരിക്കണം. നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ ബന്ധങ്ങളിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഫാമിലി പ്രത്യേകിച്ച്, ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു ക്ലാസ് കണ്ടിട്ട് പോകുന്നു, നേരിട്ട് കാണുന്നില്ല, പോകുന്നു. നേരിട്ട് കാണുന്നതൊന്നും ഇമോഷനെ ബാധിക്കുന്നില്ല, പോകുന്നു. പക്ഷെ അതേസമയം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തൊന്ന് നെഗറ്റീവ്, അതായത് അൺകണ്ടീഷൻ ലവ് എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിലോട്ടൊന്നും ഡീറ്റെയിലായിട്ട് പോകുന്നില്ല. അപ്പൊ ഇതാണ്, താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർക്ക് ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഫ്രീ ലൈവ് ക്ലാസ്സസ് കിട്ടും. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ എന്തായാലും